എന്നെ ചേച്ചി ഈ തോരണക്കെട്ട ഒന്ന് സഹായിക്കണം. അത് ശരി, നിങ്ങൾ പെണ്ണുങ്ങൾ ആൽപ്പെട്ട പരിപാടിയില്ലേ? ഈ തോരണൊക്കെ നിങ്ങൾ തന്നെ കെട്ടിക്ക്. ഞാനേ ഇവിടെ മൈക്ക് സെറ്റ് വർക്ക് ചെയ്യാൻ വന്നേക്കണതാ, അതേ ചെയ്യത്തുള്ളൂ. തോരണം കെട്ടാൻ വിളിച്ചേക്കണത് ഒരു മൈക്ക് സെറ്റുകാരൻ. അയ്യോ കുറെ പെണ്ണുങ്ങളുണ്ടല്ലോ ഇവിടെ. എടാ മണിയേ, എന്തോ അമ്മ? എടാ നീ പോയ പങ്കജാക്ഷി അണ്ണാമ്മ ജമീലൊക്കെ ഒന്ന് വിളിച്ചിട്ട് പോടാ. ആ വിളിച്ചിട്ട് വരാം. എവിടെ മാനക്കത്ത് എവിടെ പോയി കിടക്കുന്നോ? ഹലോ 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 മരാടി 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 ഹലോ 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 ഹലോ. എന്താ ഇനി വന്നേടാ. എന്താ ചേച്ചി? എടാ നീ എന്ത് പരിപാടിയായി കാണിക്കുന്നത്? എന്താ കുഴപ്പമെന്താ? എടാ ഞാൻ ഇതിനകത്ത് ഒരു പ്രാവശ്യം പറയുമ്പോ 5-6 പ്രാവശ്യമാണല്ലോ വെളി കേൾക്കുന്നത്. എന്റെ പൊന്നു ചേച്ചി, ഇത് എക്കോണ്. എന്താന്ന് ഈ പരിപാടി ഭംഗിയായിട്ടൊന്നും വെച്ച് കൊണ്ടുപോകാ. ആഹാ, എന്നാലേ അവനെ പിടിച്ചു മാറ്റിയിട്ട് നീ കയറി വർക്ക് ചെയ്യും. അവന്റെ വർക്ക് കൊള്ളത്തില്ലെന്നേ. പിന്നെ അവന്റെ കാശ് നീ തന്നെ കൊടുത്തോണം. പിന്നെ പരിപാടി കഴിയുമ്പം എക്കോടെ കാശ് എന്ന് പറഞ്ഞ് എന്റെ പിറകെ വന്നേക്കല്ലേ. നല്ല വിവരം. പെണ്ണുങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞ് തുള്ളിച്ചാടി വന്നതാ, ഇണങ്ങി കിടക്കുന്നു. ഇവിടുന്ന് എവിടെ പോയി കിടക്കുന്നോ ഉണ്ടോ? ഒന്നും ഒരു ഒരുക്കവുമായില്ല. ആര് പറഞ്ഞു ചേച്ചി ഒരുങ്ങിയിട്ടില്ലെന്ന്? ഞാൻ നല്ല അടിപൊളിയായിട്ടല്ലേ ഒരുങ്ങി വന്നിരിക്കുന്നത്. എങ്ങനെയുണ്ട് ചേച്ചി? നീ ഒരുക്കുന്ന കാര്യമല്ലടി, പിന്നെ ഈ സ്റ്റേജ് ഒരുക്കുന്ന കാര്യ. അതിപ്പോ ശരിയാക്കാന്നേ. എടി എന്നാമേ, എന്തെടി പങ്കജാക്ഷയൊക്കെ? നീ അവളെ ഒന്ന് വിളിച്ചേ. എന്റെ ചേച്ചി, ഞാൻ വിളിച്ച അവള് വരുമോ? അവളുടെ സ്വഭാവം ചേച്ചിക്ക് അറിയാമല്ലേ? 24 മണിക്കൂർ മൊബൈൽ ചെവിയിൽ വെച്ച് നടക്കലല്ലേ അവളുടെ പണി തന്നെ. എന്താടാ ഞാനോ ഇപ്പോഴോ? ഉമ്മ മതിയോ? നീ ആരെയാണ് വിളിച്ചോണ്ടിരിക്കുന്നത്? ഓ, അത് റോങ് നമ്പർ ആയിരുന്നു. നീ റോങ് നമ്പർ ഒക്കെ ഇപ്പൊ മണിക്കൂറുകളോളം വിളിക്കാൻ തുടങ്ങിയോ? എടി പങ്കജാക്ഷി, എനിക്ക് നിന്റെ ഈ സ്വഭാവം തീരെ പിടിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ എന്നെ പങ്കജാക്ഷി എന്ന് വിളിക്കരുത്. ആയാ മിസ് പങ്കു. സ്നേഹമുള്ളവരെന്നെ പങ്കീന്ന് വിളിക്കും. പക്ഷെ ഈ മുഖത്തിന്റെ ചേർത്ത് പേര് മങ്കീന. ഇത് പൊക്ക മാത്രമേ ഉള്ളൂ. ഇതിന്റെ കൂടെ മെമ്പർ കണിയെ വെച്ച് മാല എന്തിയടി? അയ്യോ, അത് മെമ്പർ കണിയുള്ള മാലയായിരുന്നോ? പിന്നെ ഞാൻ വിചാരിച്ചു അത് നമുക്ക് എല്ലാവരും കൂടെ തലേ ചൂടാനുള്ളതാണ്. ഇവിടെ വരുമ്പോൾ ഞാൻ തോറ്റു. ഇനി മെമ്പർ വരുമ്പോ ഞാൻ എന്തെടുത്ത് കൊടുക്കും? 10-60 വയസ്സായ മെമ്പർക്ക് എന്തിനാ ചേച്ചി മാല? മെമ്പർ ഉള്ള മാല ഇട്ടാ മതി. എടി, ആ നിലവിളക്ക് എന്ത് ചെയ്യും? അത് ജമീലാന്ന് കൊണ്ടുവരാന്നാ പറഞ്ഞിരിക്കുന്നത്. ഓ എടി ജമീലെ, അവിടെ വർത്തമാനം പറഞ്ഞിട്ടിരിക്കാതെ വിളക്കിങ് കൊണ്ടുപോവാ. ഒരു ഉദ്ഘാടനത്തിന് പോലും വിളക്ക് കൊടുത്തപ്പോ നമ്മളെ കൊണ്ടാ വിളക്കടിപ്പിക്കുന്നത്. ഇന്നാ വിളക്ക്. എടാ ദിവാകര, ഒരു പാട്ട് പേരാ. എടാ, ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നെന്ന് നാട്ടുകാരൊന്നും അറിയട്ടടാ. ഇപ്പൊ അറിയിച്ചേക്കാം. എന്റെ പൊന്നു ചേച്ചി, ഞാനും കേട്ടതൊന്നുമല്ല. ചേച്ചിന്റെ ഭർത്താവിനെ കൊണ്ട് നിർബന്ധിച്ച് ഇടിച്ചേക്കണതാ. ഹോ എന്റെ ദൈവമേ, ഇങ്ങനെ ഒരു കെട്ടിയ ഇതേ ഈ പരിപാടി കൊളമാക്കും. എന്റെ ഒരു വിധി. എടാ മണിയേ, എടാ ഞാൻ നിന്റെ കയ്യിൽ പടക്കം മേടിക്കാൻ കാശ് തന്നായിരുന്നല്ലോ. എന്തിയടാ പടക്കം? അത് ഞാൻ മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ചേക്കുക. ഫ്രിഡ്ജിലോ? കേരളത്തൊന്നുമില്ല, അത് ഫ്രീസറിനകത്ത് വെച്ചേക്കണ. ഓ, ഈ മണിക്കൂട്ടിന് ഒരു കാര്യം ഏറ്റാൽ അത് ഏറ്റതാ. അത് അമ്മയ്ക്ക് അറിയാമല്ലോ. ഈ മെമ്പർ വരുമ്പോ ഞാൻ എന്തോ എടുത്ത് പൊട്ടിക്കും. ഇവനെ കൊണ്ട് ഞാനിന്ന്. ചേച്ചി, ഈ മെമ്പർ ഇത് എവിടെ പോയി കിടക്കോ? എനിക്കറിയത്തില്ല കൊച്ചേ. അയ്യോ സരള ചേച്ചിയെ, ഇങ്ങോട്ട് വന്നേ. കഴിഞ്ഞ ദിവസം ഞാൻ ഈ മെമ്പറിന്റെ വീട്ടിൽ ചെന്നപ്പോഴേ അവരാ വാതിൽ തുറന്ന് വന്നതേ. അയ്യോ, മെമ്പറിനെ മേക്കപ്പ് ഇല്ലാതൊന്ന് കാണണം. വായിക്കാത്താണെങ്കിൽ ഒരൊറ്റ പല്ല് പോലും ഇല്ല. അത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്റെ മെമ്പറെ, ഞാനിപ്പോ മെമ്പറിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. എന്തോ അടിപൊളിയായിട്ട് ഒരുങ്ങി വന്നിരിക്കുന്നത്.
ഗ്ലാമറ മെമ്പറേ ഇത്? പല്ലും പറ്റുന്ന മുല്ലമുട്ട് പോലെയല്ലേ ഇരിക്കുന്നത്? എന്താ മെമ്പറേ ഈ സൗന്ദര്യത്തിന്റെ ഒരു രഹസ്യം? ഒന്ന് പറഞ്ഞതാ. ഈ തലമുടിയല്ല നമ്മുടെ വെളുത്തിരിക്കുന്നേ, അത് അരിപ്പൊടിക്കും വെളുക്കാലത്തിൽ പോയില്ല. നീ എന്തെങ്കിലും പറഞ്ഞോ? അല്ല, മെമ്പർക്ക് ഒന്നിനും സമയമില്ലെന്ന് പറയാം. ഇരിക്കും മെമ്പറേ, പരിപാടി തുടങ്ങാം. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ഒരുമ അയൽക്കൂട്ടത്തിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന പരിപാടിയുടെ ആദ്യ ഇനമായ പ്രാർത്ഥനാഗാനം ആലപിക്കുന്നത് ഈ അയൽക്കൂട്ടത്തിലെ അംഗങ്ങളാണ്. അവരെ ക്ഷണിച്ചുകൊള്ളു. തൊഴിലിന്റെ പേരിൽ തരികിട, വേല ചെയ്താലോ കൂലിയും തുച്ഛമാം. പുല്ലുകറി എന്ന പേരിലും നാട്ടിൽ തെങ്ങും കുറ്റി വരെ മാന്തണം. തൊഴിലിന്റെ പേരിൽ തരികിട, വേല ചെയ്താലോ കൂലിയും തുച്ഛമാം. പുല്ലുകറി എന്ന പേരിലും നാട്ടിൽ തെങ്ങും കുറ്റി വരെ മാന്തണം. തെങ്ങും കുറ്റി വരെ മാന്തണം. തെങ്ങും നീ എന്താ പെൺകുട്ടി തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നേ? ജൂഡി, ഒരു തെങ്ങുംകുറ്റി പാതി മാന്തി ഇട്ടാടി ഞാൻ വന്നത് തന്നെ. ഇനി ചെന്നിട്ട് വേണം ബാക്കി മാന്താന്. തെങ്ങുംകുറ്റി. ഓ, എന്നാ പിന്നെ മാന്താം. പ്രിയമുള്ളവരെ, കാര്യപരിപാടിയിലേക്ക് കിടക്കാം. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുള്ളത് നമ്മുടെ ഈ പഞ്ചായത്തിന്റെ രോമാഞ്ചകഞ്ചുകമായ സ്ത്രീയുടെ ഉന്നമനത്തിന് വേണ്ടി അനുദിനം പോരാടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മിനിമോൾ മെമ്പറാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. മിനിമോൾ മെമ്പറെ ഈ കർമ്മം നിർവഹിക്കാനായി ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരുമയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ശരിക്കും ഒരു ഏനമകൾ തന്നെയാണ്. അല്ല, ഒരുമയുണ്ടെങ്കിൽ ഉലക്കപ്പുറത്തും കിടക്കവും തെളിച്ചവരാണ് ഇരിക്കുന്നവരെല്ലാവരും. സമയം ഉണ്ടായിട്ടല്ല കേട്ടോ ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. പിന്നെ ഈ ഒരുമയിൽ അമ്മച്ചുമാരും ചേച്ചിമാരും വളരെ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. 10-20 വയസ്സായ നമ്മൾ അമ്മച്ചിമാര് ഈ മൂതിക്കുള്ള ചെറുപ്പക്കാരി മേക്കപ്പെട്ടുള്ള ഒരുങ്ങിയിരുന്നതിൽ വന്നേപോലെ പെണ്ണുമ്പളാ. ആരുടെ മൂതിക്കുന്നത്? നിങ്ങൾ തന്നെ. ഒരു വക തരികളുടെ വർത്താനം എടുത്ത് പറഞ്ഞാലുണ്ടല്ലോ, എന്റെ നേരം കഴിച്ചുകൊണ്ടിരുന്നല്ലോ. കഴിച്ചുകൊണ്ട് നീ എന്താ ചെയ്യുക? സ്വഭാവം നിനക്ക് അറിയില്ല. എന്ത് സ്വഭാവം? കളി നമ്മളൊരു പരിപാടി നടത്തുമ്പോ ഇങ്ങനാണോ? നിന്റെ ഭാഷ ശരിയല്ല. ഒന്നുമില്ല, നമ്മുടെ പ്രായത്തിൽ മാറ്റിക്കണ്ടേ അന്നമ്മേ? ഇങ്ങനാണോ നീ പ്രതികരിക്കണം? ഞാൻ ചോദിക്കാം, എന്താ കാര്യം? അല്ല, അവള് പറഞ്ഞത് കേട്ടില്ലേ? മുതുക്കിത്തള്ളാന്ന്. മുതുക്കിത്തള്ളാന്ന് അവള് പറഞ്ഞതിനനുസരിച്ച് നീ അവളെ തല്ലൂ. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് എനിക്ക് തീരെ താല്പര്യമില്ല. നീ ഉദ്ഘാടനം ചെയ്യണ്ടേ? നീക്ക് ഒരുമകളല്ലടി, എരുമകളാണ്. ഈ കിളവി വിളിക്കണ്ട. അടുത്ത അച്ഛനെ വിളിക്കുമ്പോഴേ അടുത്തമായി സെക്രട്ടറി നിങ്ങളോട് 2 വാക്ക് സംസാരിക്കുന്നതാണ്. ജമീലെ, നല്ല വർത്താനം പറഞ്ഞേക്കണം. എടത്തി വാങ്ങ ആ മൈക്കിന്റെ ഓളി നല്ലോണം ഒന്ന് കൂട്ടിയിട്ടാ അവരുടെ തറവാട് വരെ കേക്കട്ടെ. ഓളിയും കൂട്ടാൻ കാറ്റം കൂടും. എന്നാ ഉള്ള ഓളിയും മതി. അതാ നല്ലത്. ബഹുമാനപ്പെട്ട നാട്ടുകാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, ഒരുമ അയൽക്കൂട്ടത്തിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ഈ വാർഷികത്തിൽ എനിക്ക് നല്ല 2 വാക്കുകൾ പറയാനുണ്ട്. നമ്മൾ സ്ത്രീകൾ എല്ലാ മേഖലയിലും പിന്നോക്കം നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് കണ്ടുവരുന്നത്. അത് തൊഴിലിന്റെ കാര്യത്തിലാണെങ്കിലും സ്പോർട്സിന്റെ കാര്യത്തിലാണെങ്കിലും. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെ പാടത്തും പറമ്പത്തും പുല്ല് പറിച്ചാൽ നമുക്ക് സർക്കാർ തരുന്നത് വെറും 150 രൂപയാണ്. അതേ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുന്ന ക്രിക്കറ്റ് കളിക്കാർക്ക് സർക്കാർ നൽകുന്നത് കോടികളാണ്. ഇത് അനുവദിച്ചുകൂടാ. ഒരുമ അയൽക്കൂട്ടത്തിലെ ചെറുപ്പക്കാരികളും സുന്ദരികളുമായ സ്ത്രീകളെ ഒരു ടീമാക്കി ക്രിക്കറ്റ് കളിക്കാൻ ഗ്രൗണ്ടിലേക്ക് ഇറക്കിവിട്ടാൽ നമുക്കും കിട്ടില്ലേ കോടികൾ? കോടികൾ കിട്ടുമോ? കിട്ടും. ശരിക്കും പറഞ്ഞാൽ എന്റേതൊരു സ്പോർട്സ് ഫാമിലിയാണ്. എടി, ഈ മെക്കാട്ട് പണിയൊക്കെ ഇപ്പൊ സ്പോർട്സ് ആക്കി മാറ്റിയോ? ടിവിയിൽ ക്രിക്കറ്റ് കളി വരുന്ന ദിവസങ്ങളിൽ ഞാൻ എന്റെ ഭർത്താവിന് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാറില്ല. ഇത് കേട്ടാൻ തോന്നും അല്ലാത്ത ദിവസങ്ങളിൽ കൊടുക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ അയൽക്കൂട്ടത്തിലെ സ്ത്രീകൾക്ക് ക്രിക്കറ്റ് കളി എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഓ, അത്ര ഞാൻ അറിയാമെങ്കിലേ ഒന്ന് പറഞ്ഞതാ കേക്കട്ടെ. ഈ ക്രിക്കറ്റ് കളി എന്താണെന്ന് വെച്ചാൽ ഒരു മുട്ടക്കാടൻ പന്തെടുത്ത് കാലുകൊണ്ട് തട്ടി 10-22 പേരെ വെട്ടിച്ച് വലയിലോട്ട് അടിച്ച് കയറ്റുമ്പോഴല്ലയോ ചേച്ചി ഒരു റൺസ് കിട്ടുന്നേ? ആണോ?
ഇപ്പറഞ്ഞത് ക്രിക്കറ്റ് അല്ല, ഹോക്കിയാ, ഹോക്കി. എന്റെ ചേട്ടൻ നന്നായിട്ട് കളിക്കും ഫുട്ബോളും എല്ലാം ചീട്ടും കുച്ചിട്ടും. അത് നിന്റെ കിട്ടിയിട്ട് വേറെ പണിയില്ലാത്താണ് കളിക്കുന്നതല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ സർക്കാരിന്റെ ഈ തെറ്റായ നടപടിക്കെതിരെ സ്ത്രീകൾ മുന്നോട്ട് വരേണ്ട ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഓ നിർത്തിക്കേ ഇവിടെ ഒച്ചുണ്ടാക്കാതെ. ജഡ്ജസ്വരനുള്ള മാർക്ക് വരുന്നുണ്ട്. എന്നെ കൊണ്ട് തിരിച്ചു മാർക്കുള്ള ജഡ്ജസ്വരനുണ്ട്. ഇവിടെ ഒച്ചുണ്ടാക്കാതെ. ജഡ്ജസ്വരം സാറേ, എന്റെ മോള് കളിക്കുന്നുണ്ടേ. രണ്ടാമത്തെയാണേ. നല്ല മാർക്ക് ഇടണം കേട്ടോ. ഞാൻ സാറിനെ വേണ്ട രീതിയിൽ കണ്ടോളാം. വേണ്ട എന്നെ ആരും സ്വാധീനിക്കാൻ നിൽക്കേണ്ട. നല്ലപോലെ കളിക്കുന്ന കുട്ടിക്ക് മാത്രമേ ഞാൻ പ്രൈസ് കൊടുക്കത്തുള്ളൂ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. സാറേ, വെള്ളം വേണ്ട, ഒരു സോഡ മതിയായിരുന്നു. സോഡ എന്തിനാ സാറേ? ഒരു വോട്ടറെ കൊണ്ട് അടിക്കാൻ വേണ്ടിയാ. വേണ്ട, വെള്ളം തന്നെ എന്നെ സ്വാധീനിക്കേണ്ട. സാറേ, ഞാൻ സോഡ തരാം സാറേ. സോഡ വേണ്ട, സോഡ തന്നെ എന്നെ സ്വാധീനിക്കേണ്ട. സാറേ, എന്റെ മോള് മൂന്നാമത് കളിക്കുന്നു സാറേ. സാറേ, സോഡ തരാം സാറേ. വേണ്ട, എന്ത് പറഞ്ഞാലും നന്നായിട്ട് കളിക്കുന്ന കുട്ടിക്ക് മാത്രമേ ഞാൻ പ്രൈസ് കൊടുക്കത്തുള്ളൂ. സാറ് എന്തിനാ ഈ പുള്ളിക്കാരനായിട്ട് വെച്ചിരിക്കുന്നേ? അത് ഞങ്ങൾ ബുദ്ധിജീവികളുടെ ഒരു സിഗ്നലാണ്. അയ്യോ, അപ്പൊ ഈ മുട്ടനാടിനൊക്കെ എന്നാ ബുദ്ധിയായിരിക്കും. ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞാൽ സമയങ്ങളല്ലോ. എനിക്ക് വേറെ മാർക്കിടാൻ പോകാനുള്ളതാ. പറഞ്ഞേക്കാം. ആഹാ, ചെസ് നമ്പർ വിളിച്ചേ. ഈ വേദിയിൽ നൃത്ത മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. ചെസ് നമ്പർ 1. വേദിയിൽ ചെസ് നമ്പർ 2. വയനാടൻ മലയിലെ കുറിച്ച കണ്ണവൾ ഒരുപോലെ ചുറ്റും കടലയും കണ്ണിലയും വരിവത്ത നേടിയുമായി അമ്പുമായി മായും പെണ്ണ് ൂരിന്റെ ഓമനയാ നീലിക്കണ്ണ്. വേദിയിൽ ചെസ് നമ്പർ 3. നൃത്ത മത്സരം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തതായി ഫലപ്രഖ്യാപനം. അതിനായി ജഡ്ജസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇവിടെ നടന്ന ഡാൻസ് എല്ലാം തന്നെ വളരെ മനോഹരമായിരുന്നു. ഏതിന് മാർക്കിടണം എന്നൊരു കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ഒന്നാം സമ്മാനം ചെസ് നമ്പർ 1. അത് നടക്കില്ല പെണ്ണുങ്ങളെ. ഇവിടെ നിങ്ങളുടെ മോൾ ഇവിടെ കിടന്ന് ചുഴലിദിനക്കാരനാണ് അറിയുന്നത് പോലെ കളിച്ചതാണ് ഇവിടെ ഈ ഡാൻസ്. എന്റെ മോളി ഫ്രണ്ടിൽ കിടന്ന് കാണിച്ച സ്റ്റെപ്പ് കേട്ടോ, അവക്ക് വേണം ഒന്നാം സമ്മാനം കൊടുക്കാൻ. എടി, നിന്റെ മോളാണ് ഇവിടെ ഈ ഡാൻസ് കളിച്ചത്. നീയല്ലേ ഇവിടെ കിടന്ന് താ തെയ് തിയ് തെയ് എന്ന് കാണിച്ചത്. എടി ഞാനതിന് താ തേ തിത്തേ കളിച്ചോടി. ശ്രദ്ധിക്കുക, രണ്ടാം സമ്മാനം. ഒന്നാം സമ്മാനത്തിന് കണ്ടിട്ട് തീർപ്പായില്ല. അങ്ങനെ രണ്ടാം സമ്മാനം. അതെ, മിണ്ടായിരിക്കണോ? മിണ്ടില്ല. തനിക്ക് എന്താണ് പണി? താൻ ഇവിടുത്തെ ജഡ്ജാണ്. കണ്ടോ കാടുപണിക്കാരെയൊക്കെ ആരാടെ വിളിച്ച് ജഡ്ജാക്കിയത്? എന്റെ ദൈവമേ, കേവലം ഒരു അയൽക്കൂടത്തിന്റെ പരിപാടിക്ക് മാർക്കിടാൻ പറ്റും. എന്റെ സ്ഥിതി ഇതാണെങ്കിൽ സ്കൂളിൽ മാർക്കിടാൻ പോയിരുന്നെങ്കിൽ എന്റെ ഗതി